Hello my dear students, welcome to the another session. Today we are discussing the normal laws in the process. പ്രോസസ്സിൽ വരുന്ന നോർമൽ ലോസുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് നോർമൽ ലോസ്, എങ്ങനെയാണ് നോർമൽ ലോസുകൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ, നോക്കുക, നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സിന്റെ എക്സാമ്പിൾ തന്നെ ഇവിടെ കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ 1000 യൂണിറ്റ് കൊക്കോൺസിന്റെ എഗ്ഗുകൾ ഇൻപുട്ട് ആയിട്ട് ഈ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലൂടെ നമ്മൾ ഈ എഗ്ഗുകളൊക്കെ വിരിഞ്ഞ് നമുക്ക് കൊക്കോൺസുകളായിട്ട് ഈ പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടണം. എങ്കിൽ നോക്കുക, ഇവിടെ 1000 യൂണിറ്റ് നമ്മൾ ഇൻപുട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് 1000 യൂണിറ്റ് തന്നെ ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടോ? ഇല്ല, കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മൾ 1000 യൂണിറ്റ് ഇൻപുട്ട് എഗ്ഗുകൾ ആഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ച് നശിച്ചു പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് ഈ ഒരു പ്രോസസ്സിൽ നോർമൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു നഷ്ടമാണ് നമുക്ക്. അതുകൊണ്ട് ഇതിനെ നമുക്ക് നോർമൽ ലോസ് എന്ന് പറയാം. അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ് എല്ലാ പ്രോസസ്സിലും നമുക്ക് നോർമലായിട്ട് സംഭവിക്കുന്ന നഷ്ടങ്ങളെ അല്ലെങ്കിൽ ലോസുകളെയാണ് നമ്മൾ നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നമുക്ക് വരും എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതുമാണ്. ഇത് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാനും കഴിയില്ല. ഇനി നോക്കുക, ഇവിടെ നമ്മൾ 1000 യൂണിറ്റ് ഇൻപുട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ എഗ്ഗുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. ഇതിൽ നിന്നും നോർമൽ ആയിട്ട് ഒരു 100 യൂണിറ്റ് എഗ്ഗുകൾ അല്ലെങ്കിൽ കൊക്കൂൺസുകൾ എന്ത് ചെയ്യും, നശിച്ചു പോകും എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ബാക്കി നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 900 യൂണിറ്റ് ആണ്. ഇനി ശ്രദ്ധിക്കുക, ഇങ്ങനെ നോർമൽ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നോർമൽ ലോസ് സംഭവിച്ച യൂണിറ്റുകൾ നമ്മൾ സ്വാഭാവികമായിട്ടും സ്ക്രാപ്പ് വാല്യൂവിൽ അത് സെയിൽ ചെയ്യലാണ് പതിവ്. അതായത് ഉദാഹരണത്തിന് നമുക്കൊന്ന് അസ്യൂം ചെയ്യാം, ഈ കേട് വന്നിട്ടുള്ള കൊക്കൂൺസുകൾ നമ്മൾ മറ്റ് കന്നുകാലികൾക്ക് മറ്റും ഭക്ഷണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്രാപ്പിൽ വിൽക്കുന്നു എന്ന് അസ്യൂം ചെയ്യാം. ഇതുപോലെ മറ്റ് പ്രോസസ്സുകൾ ഉണ്ടാവാം. മറ്റു പ്രോസസ്സുകളിൽ വരുന്ന ഇതുപോലുള്ള നോർമൽ ലോസുകൾ നമ്മൾ എന്ത് ചെയ്യും, സ്ക്രാപ്പ് വാല്യൂവിന് സെയിൽ ചെയ്യലാണ് ചെയ്യുക. ഇനി നമുക്ക് ഈ നോർമൽ ലോസുകൾ എങ്ങനെയാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് ക്വസ്റ്റ്യനുകളിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. അതിനായി നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നോക്കുക, എ പ്രൊഡക്റ്റ് പാസസ് ത്രൂ ഡിഫറെന്റ് പ്രോസസ് ടു കംപ്ലീഷൻ. ദി ഫോളോയിങ് ഡാറ്റ റിലേറ്റഡ് ടു ദി പ്രോസസ്. ഇവിടെ നമുക്ക് ഒരു പ്രോസസ് ആണ് നൽകിയിട്ടുള്ളത്, പ്രോസസ് എ. അതുകൊണ്ട് നമുക്ക് ഒരു പ്രോസസ് അക്കൗണ്ട് മാത്രം നിർമ്മിച്ചാൽ മതി. ഇനി ആ പ്രോസസ്സുകളിൽ വന്ന എക്സ്പെൻസുകളാണ് താഴെ നൽകിയിട്ടുള്ളത്. ലേബർ 7000 റുപ്പീസ്, ഡയറക്റ്റ് എക്സ്പെൻസ് 3000, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ 2000, നോർമൽ വേസ്റ്റേജ് ഇവിടെ വന്നിട്ടുണ്ട്. നോർമൽ വേസ്റ്റേജ് വിച്ച് മീൻസ് നോർമൽ ലോസ് 10% നോർമൽ ലോസ് വന്നിട്ടുണ്ട്. അത് കാരണം ആക്ച്വൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 900 യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ സ്ക്രാപ്പ് വാല്യൂ ഓഫ് വേസ്റ്റേജ് പെർ ₹6 എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് നോർമൽ നമുക്ക് 10% വേസ്റ്റേജ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നോർമൽ ലോസുകൾ വരുന്നുണ്ട്. ആ നോർമൽ ലോസുകൾ നമ്മൾ 6 രൂപ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ക്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് പെർ യൂണിറ്റിന്. ഇനി നോക്കുക, 1000 യൂണിറ്റ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ടു പ്രോസസ് എ. നമ്മൾ പ്രോസസ് എയിലേക്ക് എത്ര യൂണിറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? 1000 യൂണിറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അറ്റ് കോസ്റ്റ് ഓഫ് 20 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 20 റുപ്പീസ് വെച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 1000 യൂണിറ്റിന്റെ 10% ആണ് നമുക്ക് നോർമൽ വേസ്റ്റേജ് ആയിട്ട് വരുന്നത്. സോ പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട് ആൻഡ് വേസ്റ്റേജ് അക്കൗണ്ട് വിച്ച് മീൻസ് നോർമൽ ലോസ് അക്കൗണ്ട്. നമുക്ക് ഇവിടെ പ്രോസസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതുപോലെ തന്നെ നോർമൽ ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആദ്യം പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത്. അതിനായി ആദ്യം ഫോർമാറ്റ് വരയ്ക്കുക. അതിനുശേഷം ഡെബിറ്റ് സൈഡിൽ നമുക്ക് ഇൻകേർഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് സൈഡിലേക്ക് കാണിക്കുന്നു. അതായത് പ്രോസസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോസസ്സിലേക്ക് നമ്മൾ ഇടുന്ന എല്ലാ എക്സ്പെൻസുകളും എല്ലാ ഐറ്റംസുകളും നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ഇവിടെ ഏതൊക്കെയാണ്? മെറ്റീരിയൽ നമ്മൾ 1000 യൂണിറ്റ് 20 റുപ്പീസ് വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ടോട്ടൽ 20,000 റുപ്പീസിന്റെ മെറ്റീരിയൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലേബർ കോസ്റ്റ് ആയിട്ട് നമുക്കൊരു 7000 റുപ്പീസും, അതേപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ഒരു 3000 റുപ്പീസും, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളായിട്ട് ഒരു 2000 റുപ്പീസും നമുക്ക് കോസ്റ്റ് ഇൻകേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പ്രോസസ്സിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള കോസ്റ്റുകളാണ്, അല്ലെങ്കിൽ പ്രോസസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോസ്റ്റുകളാണ്. അങ്ങനെ ടോട്ടൽ 32,000 റുപ്പീസിന്റെ എക്സ്പെൻസുകൾ നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ വന്നിട്ടുണ്ട്.
ഇനി നോക്കുക, ഈ ഒരു പ്രോസസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ നിന്നും നമുക്ക് നഷ്ടമാകുന്ന അല്ലെങ്കിൽ ഈ പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന വസ്തുക്കളെല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമുക്ക് നോക്കാം നോർമൽ ലോസ്. നോർമൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോസസ്സിൽ നിന്നും പുറത്തേക്ക് പോകുകയാണ്, ലോസ് നഷ്ടം സംഭവിച്ചു പോകുന്ന വസ്തുവാണ്. അത് കാരണം നോർമൽ ലോസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. 10% ആണ് നോർമൽ വേസ്റ്റേജ് അല്ലെങ്കിൽ നോർമൽ ലോസ് സംഭവിച്ചിട്ടുള്ളത്. അതായത് ടോട്ടൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ യൂണിറ്റിന്റെ 10% ആണ് നോർമൽ ലോസ്. അതായത് 1000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിന്റെ 10% ആണ് നോർമൽ വേസ്റ്റേജ്, വിച്ച് മീൻസ് 100 യൂണിറ്റ്. ഇനി വളരെയധികം ശ്രദ്ധിക്കുക, നമ്മൾ നോർമൽ ലോസുകൾ സ്ക്രാപ്പിന് നമ്മൾ വിൽക്കുമെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്നാൽ ഇവിടെ നോക്കുക, നോർമൽ ലോസുകൾ നമ്മൾ വാല്യൂ ചെയ്യുന്നത് സ്ക്രാപ്പ് റേറ്റിനാണ്. അതേപോലെ തന്നെ നോർമൽ ലോസുകൾ നമ്മൾ വിൽക്കുന്നതും എന്തിനാണ്? സ്ക്രാപ്പ് വാല്യൂവിലാണ് നമ്മൾ വിൽക്കുന്നത്. വാല്യൂ ചെയ്യലും അതേപോലെ തന്നെ വിൽപ്പനയും രണ്ടാണ്. അപ്പൊ ആദ്യം നമ്മൾ നോർമൽ ലോസുകൾ വാല്യൂ ചെയ്യണം. വാല്യൂ ചെയ്യുന്നത് ഏത് അക്കൗണ്ടിൽ വെച്ചാണ്? പ്രോസസ് അക്കൗണ്ടിൽ വെച്ച് നമ്മൾ നോർമൽ ലോസുകളെ വാല്യൂ ചെയ്യും. അതും ഏത് റേറ്റിനാണ് നമ്മൾ വാല്യൂ ചെയ്യുക? സ്ക്രാപ്പ് റേറ്റിന് നമ്മൾ വാല്യൂ ചെയ്യും. അതേപോലെ നോർമൽ ലോസുകൾ നമ്മൾ സോൾഡ് ചെയ്യുമെന്ന് ഡിസ്കസ് ചെയ്തു. ഈ സോൾഡ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ കാണിക്കുന്നത് നോർമൽ ലോസ് അക്കൗണ്ടിൽ വെച്ചിട്ടാണ്. അവിടെയും നമ്മൾ നോർമൽ ലോസുകൾ സോൾഡ് ചെയ്യുന്നത് സ്ക്രാപ്പ് റേറ്റിന് തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ വരുന്ന വാല്യുവേഷൻ കാണിക്കുന്നു. വാല്യുവേഷൻ സ്ക്രാപ്പ് റേറ്റിനാണെന്ന് പറഞ്ഞു. അതായത് സ്ക്രാപ്പ് റേറ്റ് എന്ന് പറയുന്നത് 6 per യൂണിറ്റ് ആണ്. അതായത് 100 യൂണിറ്റുകൾ 6 രൂപ വെച്ച് നമ്മൾ വാല്യൂ ചെയ്തു. അതായത് ടോട്ടൽ 600 റുപ്പീസിന്റെ നോർമൽ ലോസ് ആണ് നമുക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇനി സോൾഡ് ചെയ്യുന്ന പ്രക്രിയ നമുക്ക് നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇനി ഈ പ്രോസസ്സിൽ നിന്നും പുറത്തേക്ക് പോയ മറ്റ് ഐറ്റംസുകൾ വല്ലതുമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ വേറൊന്നും നൽകിയിട്ടില്ല. അപ്പൊ നമ്മൾ നേരെ ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ നേരെ പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ നോക്കുക, എത്രയാണ് നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 900 യൂണിറ്റ് ആണ്. എങ്ങനെ 900 യൂണിറ്റ് കിട്ടി? ടോട്ടൽ നമ്മൾ 1000 യൂണിറ്റ് ആണ് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും നോർമൽ ലോസ് ആയിട്ട് ഒരു 100 യൂണിറ്റ് നമുക്ക് നോർമൽ ലോസ് ആയിട്ട് പുറത്തേക്ക് പോയി അല്ലെങ്കിൽ നശിച്ചു പോയി. ഇനി ബാക്കിയുള്ള 900 യൂണിറ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. അത് തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ 900 യൂണിറ്റിന്റെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതുപോലെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് കൊടുക്കുമ്പോൾ അതിൽ നിന്നും എൻറ്റയർലി നമ്മൾ ഈ നോർമൽ ലോസിനെ മൈനസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനായി ഞാൻ ഇവിടെ ഒരു ഇക്വേഷൻ നൽകിയിട്ടുണ്ട്. അതായത് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ടോട്ടൽ വാല്യൂ ഓഫ് ഡെബിറ്റ് സൈഡ് മൈനസ് ടോട്ടൽ വാല്യൂ ഓഫ് നോർമൽ ലോസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ മൈനസ് ടോട്ടൽ യൂണിറ്റ് ഓഫ് നോർമൽ ലോസ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് ലഭ്യമാകും. അതായത് 32,000 മൈനസ് 600 ഡിവൈഡഡ് ബൈ 1000 മൈനസ് 100 വിച്ച് ഈസ് ഈക്വൽ ടു 34.89. ഇതാണ് പ്രോസസ് ബിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കൊക്കൂൺസിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊക്കൂൺസിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് നോർമൽ ലോസുകൾ. അതായത് 900 യൂണിറ്റ് 34.89 റുപ്പീസ് വെച്ച് 31,400 റുപ്പീസിന്റെ കൊക്കൂൺസുകൾ നമ്മൾ പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ പ്രോസസ് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുക. ഇനി നോക്കുക, പ്രോസസ് അക്കൗണ്ടിൽ നോർമൽ ലോസ് വന്നത് കാരണം നമുക്ക് നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നോർമൽ ലോസുകൾ നമ്മൾ എന്ത് ചെയ്യണം? വിൽപ്പന ചെയ്യണം, സോൾഡ് ചെയ്യണം സ്ക്രാപ്പ് വാല്യൂവിൽ. അതിന് നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കുക. ഞാൻ ഇവിടെ ഫോർമാറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നോർമൽ ലോസുകൾ നിൽക്കുന്നത്. ആ നോർമൽ ലോസുകൾ നമ്മൾ നേരെ നോർമൽ ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി. അതായത് ടു നോർമൽ ലോസ് എത്രയാണ്? 100 യൂണിറ്റ് 6 per യൂണിറ്റ് വെച്ച് 600 റുപ്പീസ്. ഇനി ഈ ലോസ് ആയിട്ടുള്ള 100 യൂണിറ്റ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂവിന് വിൽക്കുകയാണ്. 6 per റുപ്പീസ് വെച്ചാണ് സ്ക്രാപ്പ് വാല്യൂ വരുന്നത്. അതിന് വെച്ച് നമ്മൾ വിൽക്കുമ്പോൾ നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ത് വരും? അതിന്റെ എമൗണ്ട് വരും. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് 100 യൂണിറ്റ് 6 per റുപ്പീസിനാണ് നമുക്ക് കിട്ടുക. 600 റുപ്പീസ് നമ്മളെ ബാങ്കിലേക്ക് വരും നമ്മൾ വിൽക്കുമ്പോൾ. അതോടുകൂടി നോർമൽ ലോസുകൾ ഇല്ലാതെയായി. നമുക്ക് രണ്ട് സൈഡും ബാലൻസ് ചെയ്ത് നോക്കാം. രണ്ട് സൈഡും ഈക്വൽ എമൗണ്ട്, ബാലൻസുകളൊന്നുമില്ല, അക്കൗണ്ട് 0 ആയി മാറി. ഇങ്ങനെയാണ് പ്രോസസ് അക്കൗണ്ടും നോർമൽ ലോസ് അക്കൗണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.